നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ വിപി അച്ചു ഹോം. ഇന്നത്തെ വീഡിയോയിൽ തയ്യാറാക്കാം നല്ലൊരു പച്ചടി, ഈസി പച്ചടി. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ല ടേസ്റ്റോടുകൂടി ഒരു പച്ചടിയാണ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. ഏത്തപ്പഴ പച്ചടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നേന്ത്രപ്പഴം കൊണ്ട് പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പഴം നല്ലതുപോലെ പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. 2 പച്ചമുളക് കീറിയതും അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. നേന്ത്രപ്പഴം നല്ലതുപോലെ പഴുത്തത് വേണം എടുക്കാൻ. പഴുക്കാത്ത പഴമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചടിക്ക് ഒരു കമർപ്പ് വരും. പഴുത്ത പഴം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു അടപ്പ് വെച്ച് അടച്ച് ഒരു 3-3.5 മിനിറ്റ് കൊണ്ട് ഏത്തപ്പഴം നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെള്ളം അധികം ഒഴിച്ചു കൊടുക്കണ്ട. ഒരു 1/2 കപ്പ് വെള്ളത്തിൽ മതിയാവും. പെട്ടെന്ന് തന്നെ ആ വെള്ളത്തിൽ നമുക്ക് പഴം നല്ലപോലെ വെന്തിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മൾ തൈരൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പച്ചടി അങ്ങ് വെള്ളമായി പോകും. പച്ചടി അത്യാവശ്യം കുറുകിയിരിക്കുന്ന ഒരു പരുവത്തിൽ വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. നേന്ത്രപ്പഴം നല്ലപോലെ വെന്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ചതച്ച കടുകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കടുക് അരച്ചെടുക്കല്ല, കഴിച്ചു പോകും. നമ്മൾ തേങ്ങ ഈ പച്ചടിയിൽ ഉപയോഗിക്കുന്നില്ല. തേങ്ങ വേണമെങ്കിൽ നമുക്കൊരു 1/2 കപ്പിനടുത്ത് അരച്ച് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഈ സമയത്ത് ശേഷം തിളപ്പിച്ചെടുക്കാവുന്നതാണ്. തേങ്ങ ഇല്ലാതെയാണ് ഞാൻ ഈ പച്ചടി തയ്യാറാക്കുന്നത്. നല്ലതുപോലെ അരപ്പെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് 1 കപ്പ് കട്ട തൈര് മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഒട്ടും കട്ടയില്ലാതെ അടിച്ചെടുത്തിട്ടുള്ള തൈരും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. കട്ട തൈര് വേണം നമ്മൾ പച്ചടി തയ്യാറാക്കാൻ ഉപയോഗിക്കാൻ. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചടി അങ്ങ് കുറച്ച് വെള്ളമായിപ്പോയി ഇതുപോലൊരു പരുവത്തിൽ കിട്ടത്തില്ല. അല്പം തിക്കായിട്ടാണ് നമ്മുടെ പച്ചടി ഇരിക്കേണ്ടത്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. തൈര് ചെറുതായിട്ടൊന്ന് ആവി വന്ന് തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ശേഷം ഒരു 1/2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ ചൂടൊന്ന് മാറാൻ വേണ്ടി, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. താളിക്കാനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 3 വറ്റൽമുളകും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നമ്മുടെ പച്ചടി ഇവിടെ വളരെ ഈസി ആയിട്ട് തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പച്ചടിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ ഒരു അളവിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-12 പേർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. 2-3 ദിവസം ഇത് കേടാവാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കേടാവാതെയൊക്കെ ഇരിക്കുന്നതാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.